തേൻ തോൽക്കുന്ന മധുരമുള്ള, തോൽഞ്ഞെട്ടി മുതൽ തിളങ്ങുന്ന ചുവപ്പ് നിറമുള്ള പക്കാ വിദേശി, അതാണ് മിയാസാക്കി മാമ്പഴം. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ കക്ഷി ജാപ്പനീസ് ആണ്. പോഷകങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനമായ ആന്റി ഓക്സൈഡുകളും ധാരാളം അടങ്ങിയ ഈ മാമ്പഴത്തിന് അസാധാരണമായ രുചിയും ഊർജ്ജസ്വലമായ നിറവുമാണ്. ഇതാണ് കൊണ്ടോട്ടി എടവണ്ണപ്പാറയിലെ മുഹമ്മദ് അനീസിന്റെ ടെറസിന് മുകളിൽ വിളഞ്ഞു നിൽക്കുന്നത്. അന്താരാഷ്ട്ര വിപണിയിൽ കിലോക്ക് 35,000 രൂപ മുതൽ 1.5 ലക്ഷം രൂപ വരെ വില വരുന്ന ഒരു റിയൽ പ്രമാണി. ജപ്പാനിലെ ക്യൂഷ്യ ദ്വീപിലെ മിയാസാക്കി പ്രിഫെക്ചറിൽ നിന്നാണ് മിയാസാക്കി മാമ്പഴത്തിന്റെ ഉത്ഭവം. അതുകൊണ്ട് തന്നെയാണ് മാമ്പഴത്തിന് ഈ പേര് വരാനുള്ള കാരണവും. ഗ്രീൻ ഹൗസുകളിലാണ് തൈകൾ വളർത്തേണ്ടത്. ഫലങ്ങൾ പാകമായി മരത്തിൽ നിന്ന് വീഴാറാകുമ്പോൾ ഓരോ മാമ്പഴത്തിനും നെറ്റ് കെട്ടി സംരക്ഷണം നൽകണം. മുഹമ്മദ് അനീസ് കൃഷിരീതിയെക്കുറിച്ച് വിവരിക്കുന്നു. ആള് വിദേശിയാണെങ്കിലും രാജാവുമാണെങ്കിലും മിയാസാക്കിക്കും അപരനുണ്ടെന്ന് അനീസ് പറയുന്നു. എടവണ്ണപ്പാറ സ്വദേശിയായ നാട്ടൂർ അപ്പാട് വീട്ടിൽ മുഹമ്മദ് അനീസ് മുൻ പ്രവാസിയാണ്. മാമ്പഴ കൃഷിയോട് അനീസിനുള്ള താല്പര്യമാണ് ഇന്ന് 30-ലധികം മാമ്പഴ ഇനങ്ങൾ അനീസിന്റെ കൃഷിയിടത്തിൽ വിളഞ്ഞു നിൽക്കുന്നത്. നാം ഡോക്കുമൈ പർപ്പിൾ ശ്രീമോവ, നാം ഡോക്കുമൈ ഗോൾഡ്, നാം ഡോക്കുമൈ ഗ്രീൻ, റെഡ് ഐവറി, ഗോലക്, ബെങ്ങരപ്പള്ളി, മൂവാണ്ടൻ, ജംബോ റെഡ്, ബനാന മാംഗോ, ഹിമ പസന്ത്, നാസി പസന്ത്, മല്ലിക, സൂപ്പർ ക്വീൻ, ഹോങ്സിയാൻ, ക്യുസാം റോഡ് തുടങ്ങി 30ഓളം മാമ്പഴ ഇനങ്ങളാണ് മുഹമ്മദ് അനീസിന്റെ കൃഷിയിടത്തിൽ ബഡ് ചെയ്ത് വിളയുന്നത്. വ്യത്യസ്ത മാമ്പഴങ്ങളാണ്. ഒരു മാവിൽ തന്നെ 14ഓളം വ്യത്യസ്ത മാമ്പഴങ്ങൾ അനീസ് ബഡ് ചെയ്തെടുത്തിട്ടുണ്ട്.